ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ദീപാവലി ലുക്കായിട്ടാണ്, ദിവാലി ലുക്ക്. അപ്പം ഒരു നമ്മളുടെ സാധാ ഒരു ചുരിദാറും അതേപോലെ സൽവാർ ആൻഡ് നല്ലൊരു ഷാള് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പം എങ്ങനെയുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പാണ്. സിമ്പിളായിട്ട് കീറോ ബ്യൂട്ടിൻ്റെ ഐഷാഡോ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ലുക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്. ഹായ്, അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രൈമർ അപ്ലൈ ചെയ്തെടുക്കുകയാണ്. കളർബാറിൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ല പോർ മിനിമൈസിങ് ആയിട്ടുള്ള ഒരു പ്രൈമറാണ് കേട്ടോ. അതേപോലെ നല്ല സ്മൂത്തനിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റും തരും. അതുകൊണ്ട് തന്നെ പോറുള്ളടത്ത് മാത്രം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം. അപ്പം നന്നായിട്ട് അത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മെയിൻലി ഞാൻ പോസ് ഉള്ളിടത്ത് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെയാണ് ഇതൊരു ലിപ് പ്രൈമറാണ്. ലിപ് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലിപ്സ്റ്റിക്കൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ലിപ് പ്രൈമർ യൂസ് ചെയ്യുന്നത്. ഇത് ഷുഗറിൻ്റെ ലിപ് പ്രൈമറാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു ഡാർക്ക് കൺസീലറാണ്. ഞാൻ കളർ കറക്ഷൻ ചെയ്യണില്ല, അതിന് പകരം ഡാർക്ക് കൺസീലർ കൊണ്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ് എൻ്റെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ. പിന്നെ എവിടേക്കാണോ ഡാർക്ക്നെസ് ഉള്ളത് അവിടെയൊക്കെ ഞാൻ ഈ കൺസീലർ വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൺസീലർ ഞാൻ അപ്ലൈ ചെയ്തത് ഫോറെവർ 52ൻ്റെ ഡെയിലി ലൈഫ് ഫോറെവർ 52ൻ്റെ കൺസീലറാണ്. 06 എന്ന് പറയുന്ന ഷെയ്ഡാണ്, ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ഇനി നമ്മളുടെ പാക്കിൻ്റെ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കൺസീലർ ബ്രഷാണ് കേട്ടത്. അത് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ടാപ്പ് 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 എന്നുള്ള മോഷനിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത്. ആൻഡ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എവിടേക്കാണോ ഡാർക്ക്നെസ് ഉള്ളത് അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനൊരു ഓറഞ്ച് ഷെയ്ഡാണുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. ഇൻഫാലിബിളിൻ്റെ 260 എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ഗോൾഡൻ സൺ ആണെന്ന് തോന്നുന്നു. ഗോൾഡൻ സൺ ആണ് അതിൻ്റെ പേര്. അപ്പം അതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഡോട്ട് എടുത്തിട്ട് നന്നായിട്ടൊരു ഫൗണ്ടേഷൻ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ജോർജിയോ അർമാനിയുടെ ലൂമിനസ് സിൽക്ക് ഫൗണ്ടേഷൻ വെച്ചിട്ട് ജസ്റ്റ് എൻ്റെ കളർ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അത് മേലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യത്തേത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡായിരുന്നു എനിക്ക്, അതുകൊണ്ടാണ് പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൂടി ഞാൻ ജസ്റ്റ് ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്തത്. രണ്ടും ഒരു ലൈറ്റ് മീഡിയം കവറേജുള്ള ഫൗണ്ടേഷൻ ആയതുകൊണ്ട് ഒരു നാച്ചുറൽ ലുക്ക് തന്നെ തരുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ട് ഫൗണ്ടേഷൻ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൺസീലർ ഞാൻ എടുത്തിട്ടുള്ളത് ഫോറെവർ 52ൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര നാച്ചുറലായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്, ബ്ലെൻഡ് ചെയ്യാനും കഴിയുന്നുണ്ട്. നല്ലൊരു കൺസീലറാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് കൺസീലർ ഇതാണ് ആൻഡ് അഫോർഡബിളും ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ട പൊസിഷനിലൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 ഷെയ്ഡ് ലൈറ്ററാണ് എൻ്റെ ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡിനൊക്കെ 1 ഷെയ്ഡ് ലൈറ്ററാണ്. അതാണ് ഞാൻ ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തൊക്കെ ഫിറ്റ്മിൻ്റെ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൺസീലറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ടാക്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തട്ടിക്കളയുക. ഞാൻ എൻ്റെ ഫേസിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നാണ്. ഇപ്പോൾ വിൻ്ററും ആണ്, റെയിനിയാണ്. അപ്പോൾ എൻ്റെ സ്കിൻ ഒന്നുകൂടി ഡ്രൈ ആയതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഒരു ഐബ്രോ ഫില്ല് ചെയ്യാം. മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ഐബ്രോ ആണ് കേട്ടോ. നല്ലൊരു ഐബ്രോ ആണ്, നല്ല കളറുണ്ട്, കളർ പേ ഓഫ് ഒക്കെ ഉണ്ട്, ഭയങ്കര ഫൈൻ ലൈനാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോക്സ് ആയിട്ട് വരക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ എൽഫിൻ്റെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐബ്രോ പെൻസിലാണ് ഇട്ടത്.
ഞാൻ നിക്സിൻ്റെതും പോയി നോക്കി, പക്ഷെ നിക്സിൻ്റെ എനിക്ക് അത്ര കണ്ട് ഇഷ്ടമായില്ല. അതിലാരും ഒന്നുകൂടെ എനിക്ക് ഇഷ്ടമായത് ഈ ഒരു ഐബ്രോ പെൻസിലാണ്. അതാണ് ഞാൻ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഐബ്രോ പെൻസിൽ തന്നെ പ്രിഫർ ചെയ്തത്. നല്ല പെൻസിലാണ്, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതൊരു സ്പൂളി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എസൻസിൻ്റെ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എവിടേക്കാണ് ആ പൗഡറാണ്, അത് ആ പൗഡർ എവിടേക്കാണോ ഇല്ലാത്തത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഒരു ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നല്ല കട്ടിയിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ ഐബ്രോ ഏകദേശം ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഡാർക്കായിട്ടുള്ള ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാട്ടോ ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തത്. ഇനി എവിടെയെങ്കിലുമൊക്കെ ഇല്ലാത്തുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇതും ഒരു ന്യൂ പ്രോഡക്റ്റാണ്, ദുബായിൽ തന്നെ വാങ്ങിയതാണ്. എസൻസ് പ്രോ പൗഡർ ഓക്കെ പ്രോഡക്റ്റാണ് കേട്ടോ. ഇനി ഇത് നല്ല ഈസി ഉള്ള ഒരു സ്റ്റെപ്പാണ്. ഐ ഷാഡോ സ്റ്റിക്കാണ് കേട്ടോ. കീറോ ബ്യൂട്ടീൻ്റെ ഐ ഷാഡോ സ്റ്റിക്കാണ്. നമ്മളിപ്പം പെട്ടെന്ന് എവിടേക്കും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, പോവുക. അത്രയും സുഖമുള്ളൊരു സംഭവമാണ് കീറോ ബ്യൂട്ടീൻ്റെ ഐ ഷാഡോ സ്റ്റിക്ക്. ഇത് വാട്ടർ പ്രൂഫാണ്, സ്പഞ്ച് പ്രൂഫാണ്. അത് കുറേ നേരം നിൽക്കുകയും ചെയ്യും, അങ്ങനെ നീങ്ങുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ അപ്പം തന്നെ അപ്ലൈ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ അത് മൂവ് ചെയ്യില്ല കേട്ടോ. ഒരു 2 or 3 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും മൂവ് ചെയ്യില്ല. സ്റ്റിക്കി ഒന്നുമല്ല, നല്ല ഒരു കീറോ ബ്യൂട്ടിൻ്റെ നല്ലൊരു പെൻസിലാണ്. ഇത് ഞാൻ ഓഫറിൽ വാങ്ങിച്ചായിരുന്നു. ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ വാങ്ങിച്ചാണ്. എനിവേ അത് മാത്രമാണ് ഞാനിന്ന് ഐലിഡിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ഇന്നൊരു ബ്ലൂ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലൂ കാജൽ വെച്ചിട്ട്, ഐക്കോണിക് കാജലാണ്, കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അതെടുത്ത് ഒന്ന് പെരുമാറാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട്. എനിവേ അത് കഴിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കൊരു ബ്രോൺസറാണ്. ഇത് ഞാൻ ഇന്ന് കോൺട്രൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു ബ്രോൺസർ വെച്ചിട്ട് തന്നെ ചെറിയൊരു ഷെയ്ഡ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കോൺട്രൊന്നും യൂസ് ചെയ്യാൻ നിന്നില്ല. ജസ്റ്റ് ബ്രോൺസർ വെച്ചിട്ട് തന്നെ ഒന്ന് സ്കൾപ്റ്റ് ചെയ്തു. പിന്നെ ബ്രോൺസിങ് അപ്ലൈ ചെയ്യുന്നിടത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തും ചെയ്തിട്ടോ. ഇനി ഞാൻ കോൺട്രയോ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ ഫൗണ്ടേഷൻ മാത്രം യൂസ് ചെയ്യണമല്ലാണെങ്കിൽ എന്തിനാണ് ഈ ബ്രോൺസർ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പ്ലെയിൻ ആയിട്ട് കിടക്കും, നമ്മളുടെ ഫേസ് മൊത്തം പ്ലെയിൻ ആയിട്ട് കിടക്കും. അതൊന്ന് ഒഴിവാകാനും ചെറിയ സ്ഥലങ്ങളിൽ പിന്നെ നമ്മൾ സണ്ണ് തട്ടുന്ന ഭാഗങ്ങളിലൊക്കെ ആ ഒരു ടാൻ ആയിട്ടുള്ള നിൽക്കാനും, അതേപോലെ ചെറിയ രീതിയിൽ ഒരു കോൺട്ര ലുക്ക്, ഇതിനൊരു കൂൾ ടോൺ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ കോൺട്ര ലുക്കും കിട്ടും. പിന്നെ നമ്മളുടെ റെയർ ബ്യൂട്ടിൻ്റെ ലിക്വിഡ് ബ്ലഷ്, ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലിക്വിഡ് ബ്ലഷൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈ സ്കിൻ ആയതുകൊണ്ടായിരിക്കും എനിക്കത് ഒന്നുകൂടി ഇഷ്ടമാണ്. പിന്നെ ഇത് ഒരു തുള്ളിയൊക്കെ യൂസ് ചെയ്താൽ മതി. ഞാൻ 3 യൂസ് ചെയ്തിട്ട് കുറേ നേരം എടുത്ത് ബ്ലെൻഡ് ചെയ്ത് കഴിയാൻ. ഓക്കേ, ഇനി നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. ഒരു ഗോൾഡൻ ഷെയ്ഡ്, എൻ്റെ ഒരു മഞ്ഞ ഷാളായിരുന്നു, ഒരു മഞ്ഞ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ മഞ്ഞ, ആ ഷാളായതുകൊണ്ട് ഞാൻ ഗോൾഡൻ ഹൈലൈറ്ററാണ് അപ്ലൈ ചെയ്തത്. പിന്നെ എൻ്റെ ഫേസിൽ ഒന്നുകൂടിയും ഗോൾഡൻ ഷെയ്ഡാണ് ചേരുക, അപ്പോൾ അതുകൊണ്ട് ഗോൾഡൻ ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മീഡിയം ടാൻ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഗോൾഡൻ ഷെയ്ഡായിരിക്കും ഒന്നുകൂടി എനിക്ക് ഈസി ആയിട്ടില്ല. പിന്നെ അവർ ഗ്ലാസിൻ്റെ ആംബിയൻ ലൈറ്റിംഗ് പൗഡർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ഡ്രൈ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. എനിവേ എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ടായിരിക്കും. അതൊന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു മേബിലാൻഡ് ലിഫ്റ്റർ ഗ്ലോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഗ്ലോസി ലിക്വിഡ് ലിപ്സ്റ്റിക്കിനൊക്കെ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യാം. അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ, പക്ഷേ ഭയങ്കര ട്രാൻസ്ഫറിങ് ഒക്കെയാണ്. അത്യാവശ്യം കംഫർട്ടബിളാണ്, സ്റ്റിക്കി ഒന്നുമല്ല. ഒരു നല്ല ഭയങ്കര ഹൈപ്പ് ആവാൻ മാത്രമൊന്നുമില്ല, എന്നാൽ നല്ലതാണ്. പിന്നെ എസൻസിൻ്റെ ലാഷ് പ്രിൻസസ് മസ്കാര, ദിസ് മൈ ഫേവറേറ്റ് മസ്കാര. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മസ്കാരയാണ്. ഭയങ്കര അഫോർഡബിളുമാണ്, അതാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫിനിഷ്ഡ് ലുക്ക്. ഞാൻ ഷാളിട്ടു, അതേപോലെ ജസ്റ്റ് ഒന്ന്
ഒരു കമ്മലൊക്കെ ഇട്ടിട്ട് ഇതാണ് ഫിനിഷ്ഡ് ലുക്ക്. അപ്പോൾ ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ബൈ ബൈ.